മോഹൻലാലാണെങ്കിൽ ജീവിതത്തിൽ ഒരാളുടെ ഒന്നും വഴക്ക് പറയാതെ ദേഷ്യമില്ല. ഞാൻ ചോദിക്കും നിങ്ങൾക്കൊന്നും വഴക്ക് പറയില്ല, ദേഷ്യം വന്നിട്ട് ഞാൻ പറയും നമുക്കാരെയും അങ്ങനെ വാക്കുകൊണ്ട് പോലും പീഡിപ്പിക്കാൻ അവകാശമില്ല, നമ്മളൊരാളിനെ വഴക്ക് പറയാൻ പാടില്ല. അത് അങ്ങനത്തെ പ്രിൻസിപ്പൽ. എനിക്കൊക്കെ പെട്ടെന്ന് ക്ഷിപ്രകോപിയാണ്, മൂക്കിന് തുമ്പ് ഞാൻ പെട്ടെന്ന് പറയും, പിന്നെ വിഷമം തോന്നും, മാറും മാറ്റും ഒക്കെ ഉണ്ട്. മോഹൻലാൽ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല? ഞാൻ കണ്ടിട്ടില്ല. ആകപ്പാട് ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളത് അമേരിക്കയിൽ വെച്ച് അക്കരെ അക്കരെ എന്നൊരു പടം. അപ്പോൾ അതിന് നമ്മൾ ഏതൊരു ഹൂസ്റ്റണിൽ ഏതൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഒരു എൻ്റെ ഫുഡ് ഷോപ്പുണ്ട്, അവിടെ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു, ലാലു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം. അങ്ങനെ ഞാനൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഈ ഹോട്ട് ഡോഗ് പോലത്തെ സാധനം 2 എണ്ണം ഞാൻ പൊതിഞ്ഞ് വെച്ചു. ഒരു മണിയായപ്പോഴിങ്ങനെ നിൽപ്പുണ്ട് പാർവതിയുടെ അമ്മ. കണ്ടില്ലല്ലോ, ഫുഡ് വന്നില്ല, എവിടുന്ന് കൊണ്ടുവന്നാണ്. മണി 1:30 ഇവിടെ ബ്രേക്ക് ചെയ്തില്ല. കണ്ണും അങ്ങനെ ഒരു പാട്ടെന്തോ എടുക്കണം പാർവതി മോഹൻലാലായിട്ട്. അപ്പോൾ വിശന്ന് പാർവതിയുടെ കണ്ണ് ഇത്ര ഉണ്ട്, നിറയുമ്പോൾ അതിനകത്ത് 1 ലിറ്റർ വെള്ളം കൊണ്ടു. അവരിങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യ, ഒട്ടും വയ്യ, എൻ്റെ അടുത്ത് സാധനമുണ്ട്, ഇത് കഴിക്കും. അങ്ങനെ പാർവതി അമ്മയെ അത് കഴിച്ചു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് മോഹൻലാൽ ഇവിടെ നമുക്ക് ആ ഫുഡ് കഴിക്കാൻ എടുക്കും. ഞാൻ ഇങ്ങനെ വിശന്ന് അവരെ കണ്ണൊക്കെ വന്ന് ഞാൻ എടുത്ത് കൊടുത്തു. ശരി, ഓക്കെ. പുള്ളി നടന്നുപോയി. അന്ന് ഫുഡ് വന്നു പ്രൊഡക്ഷനിൽ, പുള്ളി കഴിച്ചില്ല. അത് കഴിച്ചാൽ എനിക്ക് ദേഷ്യം വരും. എൻ്റെ ദേഷ്യം ഞാൻ സ്വയം കൺട്രോൾ ചെയ്യും. ടോട്ടലി 2 ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആണല്ലോ മമ്മൂട്ടി മോഹൻലാലും. അവരെ അടുത്ത് നിന്ന് താങ്കൾ കണ്ടിട്ടുണ്ട്. 1 വർഷം സുഹൃത്ത് ബന്ധുവല്ലേ? അതെ. ഈ മമ്മൂട്ടിയുടെ വിജയത്തിന്റെ പുറകിൽ മമ്മൂട്ടിയുടെ ഒരു ഭയങ്കര കഠിനാധ്വാനവും ഒരുപാട് സാക്രിഫൈസസും ഉണ്ട്. മോഹൻലാലിന്റെ എന്നാൽ അങ്ങനെ സാക്രിഫൈസസ് ഉണ്ടെന്ന് നമുക്ക് പുറത്ത് സാക്രിഫൈസസ് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറയാം. ഈ മമ്മൂട്ടിയൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ രാത്രി 10 മണി കഴിഞ്ഞാൽ വീട്ടിൽ പോകും. മോഹൻലാൽ ഈ അഭിനയത്തിൻ്റെ കാര്യം തുടങ്ങിയ ശേഷം കണ്ടിന്യൂസ് പടങ്ങൾ, ഒരു പടം രാത്രി 12 മണിക്ക് തീർന്നാൽ രാവിലെ 6 മണിക്ക് വേറൊരു പടം നടക്കുകയാണ്. അപ്പോൾ ഈ 2 കുട്ടികളും ബോർഡിങ്ങിൽ പഠിക്കുമ്പോൾ അവരെ കൈ വളരുന്നത്, കാല് വളരുന്നത്, മുടി വളരുന്നത് ഒന്നും പുള്ളി കണ്ടിട്ടില്ല. പുള്ളി ആ സമയത്തൊക്കെ സെറ്റിലാണ്. പുള്ളി വളർന്ന് അവർ വലിയ പൊസിഷനിൽ എത്തിയപ്പോൾ അവർ വലിയ രാജ്യങ്ങളിൽ പഠിക്കാനും പോയി. പക്ഷെ മമ്മൂട്ടി അങ്ങനെയല്ല, എല്ലാ ദിവസവും പിള്ളേരെ കാണും, പിള്ളേരടുത്ത് പോകും. അപ്പോൾ അതെല്ലാം പുള്ളി ഫാമിലി എന്നുള്ളത് തന്നെ ഫുൾ മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടി നിൽക്കും. ഇപ്പോൾ ഈ കർണഭാരം എന്നുള്ള സാൻസ്ക്രിറ്റ് ഡ്രാമ ചെയ്യുമ്പോൾ പുള്ളി ആദ്യം ബുദ്ധിമുട്ടാണ് നടന്നത്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു കവാലം നാരായണ സാറ് പറഞ്ഞു അത്രേ. അപ്പം ടി.കെ. രാജീവ്കുമാറിനോട് ചോദിച്ചു, ഞാൻ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ബുക്കൊന്ന് നോക്കണം, ഞാൻ ഒന്ന് പറയട്ടെ. പുള്ളി അങ്ങേരുടെ ക്യാരക്ടർ മാത്രമല്ല മറ്റേ ക്യാരക്ടറും പറയുന്ന സംസ്കൃതം മുഴുവൻ ഒറ്റയടിക്ക് പറഞ്ഞു എന്നുള്ള. ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറി ഡ്രാമ ചെയ്തപ്പോഴും അവിടെ കുറേ സംസ്കൃത പണ്ഡിതന്മാർ റിഹേഴ്സൽ ചെയ്ത് വന്നു. ഇയാൾക്ക് ശരിക്കും സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ഒരു പ്രൊണൗൺസിയേഷൻ മാറി അർത്ഥം മാറും സംസ്കൃതത്തിൽ. വളരെ കൃത്യമായിട്ട് ചെയ്തത് കാരണം. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല. ബിക്കോസ് അത് ഡൽഹി മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം. അപ്പോൾ അങ്ങനെ ഞാൻ പറയില്ല, ഈ സിനിമ നിന്ന് ടയറും ജോ. ഇപ്പോൾ തന്നെ നിങ്ങൾ തുടരുന്നുള്ള സിനിമ ഇത്രയും സൂപ്പറായിട്ടുണ്ട്. ഞാനൊക്കെ ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. 2-3 ദിവസങ്ങളിൽ വെളുപ്പിന് 6 മണി വരെ നിന്നിട്ടുണ്ട്. നൈറ്റ് നിൽക്കാൻ പറ്റാത്ത ആളാണ്, പക്ഷേ വേറെ വഴിയില്ല, തീർത്തുണ്ട്. പക്ഷേ മോഹൻലാൽ 70 ദിവസം പറഞ്ഞ ഇവിടെ 100 ദിവസമായപ്പോഴും എത്രയോ രാത്രി വെളുപ്പിന് 6 മണിക്ക് സൺലൈറ്റ് വന്നു ഒരു ഫൈറ്റൊക്കെ എടുത്തിട്ട് പോയിട്ട് വരും. ഭീം തിരികിടതോമിൽ അതാണ് മോഹൻലാൽ അഭിനയിക്കാനായിട്ട് എന്തോ മോഹൻലാലുമായി കണക്ട്. അങ്ങനെയല്ല, മോഹൻലാലിന് ഡേറ്റ് നോക്കിയപ്പോൾ ഇല്ല. ആനന്ദായിരുന്നു പടം എടുക്കാം. അപ്പം പ്രിയം പറഞ്ഞു നമുക്ക് ഇവനെ വെച്ചൊരു പടം എടുക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ വെച്ച് പ്ലാൻ ചെയ്ത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി. ആ 10 ദിവസമുള്ളപ്പോൾ മോഹൻലാലിൻ്റെ ആ പടം ക്യാൻസലായി. അപ്പോൾ അവിടുന്ന് മുടി വന്നിങ്ങനെ ലാലിൻ്റെ ഡേറ്റ് ക്യാൻസലായി ആ പടത്തിൻ്റെ. ഇങ്ങനെ 30 അന്ന് 25 ദിവസം മതി, 25 ദിവസം ചെയ്യാൻ പറ്റുന്നു. ഉടനെ ഇവർ മോഹൻലാലിനെ വെച്ച് ആലോചിച്ചു. മോഹൻലാൽ അറിഞ്ഞു എന്നെ വെച്ചാണ് ഇത്. മോഹൻലാൽ പറഞ്ഞു ഇങ്ങനെ രാജിച്ചേട്ടനെ വെച്ച് പ്ലാൻ ചെയ്തതല്ലേ, ഞാൻ ഈ ദിവസം ഫ്രീ ആയിട്ടിരിക്കും, പക്ഷേ ആ പടത്തിൽ അഭിനയിക്കാൻ വരൂ. അവിടെ അവിടുത്തെ ആ പടം മുടക്കിയിട്ട് ഞാൻ അഭിനയിക്കില്ല, പുള്ളി അഭിനയിക്കിട്ടെന്നത്. അങ്ങനെ മോഹൻലാൽ സിനിമയിൽ അങ്ങനെയില്ല. മോഹൻലാൽ മാറി നിന്ന് എനിക്ക് വേണ്ടി. അതാണ് അക്കാര്യം എന്തായാലും നല്ല സിനിമയായിരുന്നു അത്. ഈ ലാലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലാലുമായിട്ടുള്ള ഒരു സ്കൂൾ കാലം മുതലുള്ള ഒരു പരിചയം എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞില്ല, മോഡൽ സ്കൂളിൽ 3 കൊല്ലം ബെസ്റ്റ് ആക്ടറായി, ആർട്സ് ക്ലബ് സെക്രട്ടറി, 10th പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് PDC ചേർന്നു. അപ്പോഴത്തേക്കും മോഹൻലാലും ഒരു 6-7 കുട്ടികളും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ചേട്ടാ ഒരു നാടകം അഭിനയിക്കണം, ഞങ്ങളാരും അഭിനയിച്ചിട്ടില്ല, എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ആഗ്രഹമാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ നവയുഗം എന്നുള്ള അന്ന് ഉണ്ടായിരുന്നൊരു മാഗസീനിൽ സീരിയലൈസ് ചെയ്യുന്ന വേളൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ കമ്പ്യൂട്ടർ പോയ നാടകമാണ്. ഞാൻ നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാനിത് അവരെ പഠിപ്പിക്കുകയാണ്.
പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ നിന്ന് അന്ന് 3 രൂപ എന്തോ മേടിച്ചെന്നാണ്. ആ പൈസയ്ക്ക് മെറ്റീരിയൽസ് വാങ്ങിച്ചു. ഒരു ഫുൾ 90 പൈസ ആക്കണം. അപ്പോൾ സാധാരണ യൂത്ത് ഹോസ്റ്റലിന് 10th ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിനാണ് പ്രിഫറൻസ് ഉള്ളത്. ഇത് മോഹൻലാൽ 6ാം ക്ലാസ്സാണ്. ആ നാടകത്തിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്ന് ഞാൻ ഓടിക്കളഞ്ഞു നമ്മുടെ സ്കൂളിൽ നിന്ന്. കാര്യം സീനിയേഴ്സ് പിള്ളേർ വിടത്തില്ല. മോഹൻലാലിൻ്റെ ബെസ്റ്റ് ആക്ടർ ആ നാടകത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ്. മോഹൻലാൽ എപ്പോഴും പറയും അത് ചേട്ടൻ്റെ കൈപുണ്യമാണ് ഞാൻ ഇന്നറിയതായത്. ഞാൻ പറയും ഒരിക്കലുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ബാക്കി 7 പേര് എന്തുകൊണ്ടാണ് ഒരു റേഡിയോ നാടകത്തിൽ പോലും അഭിനയിക്കാത്തത്? എൻ്റെ കൈപുണ്യമല്ല, നമ്മളൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ബട്ട് മോഹൻലാൽ എന്താ പറയുക, ഒരു നമ്മൾ നിൽക്കുമ്പോൾ അയാളുടെ ബാക്കിലൊരു ഹാലോ ഉണ്ട്, അങ്ങനെ ഒരു പൊസിഷനിലാണ്. അത് ഒരു ഈശ്വരൻ്റെ പ്രത്യേക ഗിഫ്റ്റാണ് പുള്ളി. മോഹൻലാലിനെ അന്ന് അഭിനയിപ്പിക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് തോന്നി ഇദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, ഇദ്ദേഹത്തിന് മലയാള സിനിമയിൽ വളർന്നു വരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന്? അതൊന്നും അറിഞ്ഞൂടാ, എനിക്കെങ്ങനെ കാണുന്നേ ഉള്ളൂ. ബാക്കി ആരും വരുന്നൊന്നും തന്നെയാണ് സംഭവം. ഇവരെ പഠിപ്പിച്ചപ്പോൾ അന്നും മോഹൻലാലിനുള്ള ഗുണം ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഒരു 10 പേജ് ഡയലോഗ് മോഹൻലാലിൻ്റെ കൊടുത്ത മോഹൻലാൽ എടുക്കാം. എനിക്കാണങ്ങനെ 10 പേരുടെ ഡയലോഗ് ഒറ്റ ഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അഡ്വാൻസ് തിരിച്ചു കൊടുത്തൊരു വീട്ടിൽ പോകും. അത് പറ്റില്ല. അതൊരു ഭയങ്കര ഒരു ഗ്രാസ്പിംഗ് പവറാണ്. ഏതാണ് ഈ ഡയലോഗ് മേക്കപ്പ് ചെയ്യാന്ന് പറയില്ലേ, എല്ലാവരും പഴയ തെക്കുറിച്ചേട്ടനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനുള്ളതിൽ പൃഥ്വിരാജ് ആ കാര്യത്തിൽ മിടുക്കനാണ്. സിദ്ദിഖ് ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. അതിനകത്ത് കോംപ്ലിക്കേറ്റ് ഇംഗ്ലീഷ് വാക്കുകൾ ഈ ശശി തരൂർ സാറ് പറയുന്നവരെങ്കിൽ കടകെട്ടിയൊക്കെ ഉണ്ടെങ്കിലും പറയും. ഇവരെല്ലാവരും പറയും. അതൊരു പ്രത്യേക നേച്ചറാണ്. നമ്മൾ കാണാൻ തുടങ്ങി അറിയുന്നെങ്കിൽ നമ്മൾ പഠിച്ച് IAS എടുക്കില്ലായിരുന്നു അല്ലേ? അല്ല, ഇവരത്രയും ഞാൻ പറഞ്ഞു മിടുക്കുണ്ട്. എന്തെങ്കിലും ഇല്ലാതെ ഒരാൾ എവിടെയെങ്കിലും എത്തില്ലല്ലോ. അപ്പം ചില ഡയറക്ടേഴ്സിന് ഒന്നും ഇഷ്ടമില്ല. പക്ഷേ എന്നാലും ഈ ഫിലിമിന് വില കൂടുതലുള്ളതുകൊണ്ട് ചിലരൊക്കെ സമ്മതിക്കും. പിന്നെ ഞാനൊക്കെ അന്ന് അഭിനയിക്കുന്ന ശശികുമാർ സാറ്, ജയൻ, മറ്റേ സോമേട്ടൻ, ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പം പ്രോംപ്റ്റിങ്ങില്ല. ഡയറക്റ്റ് റെക്കോർഡിങ്ങാണ്. ബൂമിൽ മൈക്ക് വെച്ചിട്ട് സിനിമ. ലാലുള്ള നാട് ഷൂട്ടിങ് തുടങ്ങാനായിട്ട് അവിടെ ചെന്നിരുന്ന ഒരു 3 ദിവസം മുമ്പ് പ്രിയമെന്ന് പറഞ്ഞാൽ കഥ ശരിയായില്ലല്ലോ, ഇപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു അയ്യോ യൂണിറ്റ് വന്നു, വാലങ്കേന്നേർ വന്നിട്ടുണ്ട്, നാളെ ഷൂട്ടിംഗ് കിട്ടുന്നു, മറ്റന്നാളുണ്ടെന്ന് ഇന്ന് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു 2-3 ദിവസം വേണം ഞാനും ശ്രീനിയും കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിരുന്നു. ഞാൻ ബാലങ്കേന്നേരത്തൊക്കെ പറഞ്ഞു ചേട്ടാ വീട്ടിൽ പോകണം. 1-ാം തീയതി ആയപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു നമുക്ക് തുടങ്ങാം, നാളെ തുടങ്ങാം. ശരി, അങ്ങനെ തുടങ്ങുന്നതിൻ്റെ പിറ്റേ ദിവസം 2-ാമത്തെ ദിവസം ശ്രീനിവാസൻ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയിട്ട് വരും. പാലിയേഴ്സ് എന്തോ കഴിഞ്ഞ് പോയില്ലെന്ന്. അങ്ങനെ ആരോ വിളിച്ചു പറഞ്ഞു ശ്രീനിവാസൻ പോയ വണ്ടി ആക്സിഡൻ്റ് ആകുന്നതാണ്. ഞാൻ അന്തംപെട്ട് ചെല്ലുമ്പോൾ വടകര ഭാഗത്ത് പുലത്തിൽ കുഞ്ഞൊന്നുള്ള സ്ഥലമുണ്ട്, വടകര ആ ഭാഗത്ത് ഒരു അംബാസഡർ, അന്ന് അംബാസഡറാണ്, നോൺ AC ഒക്കെയാണ്. ഈ വണ്ടിയുടെ ബാക്ക് സീറ്റും ഫ്രണ്ട് സീറ്റും അങ്ങ് ഓടെ കിടക്കുന്നു. വണ്ടി മലന്ന് അപ്പുറത്ത്. ഞാൻ വിചാരിച്ചു അയ്യോ ഇത് വല്ലാത്തൊരു ഇടിയാണല്ലോ. ഞാൻ ചോദിച്ചു, ആൾക്കാർ പറഞ്ഞു ഇല്ല ഹോസ്പിറ്റലാണ്, കോഴിക്കോടാണ്. കോഴിക്കോട് വന്നപ്പം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു, റൂമിൽ പോയെന്ന് പറഞ്ഞു. പുള്ളി വേറെ ഹോട്ടലിൽ താമസിക്കുന്നത്. എഴുതുന്നുണ്ട് ഈ ഗ്രൂപ്പിൽ നിൽക്കാതെ വേറെ ഹോട്ടലാണ്. അവിടെ ചെല്ലുമ്പം പുള്ളിയുടെ ചുണ്ടിൻ്റെ ഇവിടെ 2 സ്റ്റിച്ചുണ്ട്, ഇവിടെ ചെറിയ മുറിവ്, ഭാഗ്യം രക്ഷപ്പെട്ടു. അപ്പോൾ അതിനകത്ത് പുള്ളി കുറച്ചേ അഭിനയിക്കുന്നുള്ളൂ, അവസാനം വന്നാൽ മതി. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒരു കത്ത്. രാജു എൻ്റെ അടുത്തൊന്നും തോന്നരുത്, സത്യനന്ദിക്കാടിൻ്റെ പൊന്മുട്ടയിടുന്ന തട്ടാൻ, പിന്നെ അത് പേര് മാറ്റിയാണ് താറാവെന്നാക്കിയത്. തട്ടാന്മാരുടെ പേരിടാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവിനകത്ത് എൻ്റെ ഷൂട്ടിങ്ങിന് പോവുകയാണ്. സീനുകൾ ഞാൻ ഇവിടെ എത്തിച്ചുള്ളൂ. പുള്ളി പെട്ടിയെടുത്ത് പോയി ഗുരുവായൂർ. 2 സീനേ എടുത്തിട്ടുള്ളൂ. ഞാൻ പ്രിയൻ്റെ തവണ പ്രിയൻ്റെ കോൺഫിഡൻസ് ഉണ്ട്, നമ്മുടെ അല്ലേ വേണ്ടി കുഴപ്പമില്ല നമുക്ക് തുടങ്ങാൻ. പിന്നെ അന്ന് മൊബൈലും ഒന്നുമില്ല. രാത്രി ശ്രീനിവാസൻ ഫോൺ ചെയ്യും അവിടുന്ന്. എന്നിട്ട് അസോസിയേറ്റ് ആയിട്ട് ഗോപാലകൃഷ്ണൻ, പുള്ളി മരിച്ചുപോയി. ഗോപാലകൃഷ്ണൻ ഫോണിൽ വിളിച്ചു ശ്രീനിവാസൻ പറയും അങ്ങനെ സീന്. ചില ലോറികൾ മഹാറാണിയിൽ വന്നിട്ട് ഒരു ലോറി ഡ്രൈവർമാർ, മണിമ്പിളരാജ് സാർ ഇവിടെയാണ് താമസിക്കുന്നത്, ഗുരുവായൂരിന്നൊരു കവർ തന്നു വിട്ടു 2 സീൻ. അങ്ങനെ അതൊരു പോണവരും വരുന്നവരും ഗുരുവായൂരിന്ന് വരുന്നവരൊക്കെ ഒരു കവറ്, ഒരു സീന്, 2 സീന്. അങ്ങനെ 19-ാമത്തെ ദിവസമായപ്പം ശ്രീനിവാസൻ വന്നപ്പം ശ്രീനിവാസനെ റാഗ് ചെയ്ത് കൊന്നു മോഹൻലാൽ. ഞങ്ങളുമൊക്കെ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞാലും അവസാനം അന്ന് ശ്രീനിവാസിൻ്റെ സീൻസാണ് എടുക്കുന്നത് മോഹൻലാലിൻ്റെ കോമ്പിനേഷൻ. അതൊരു ഫുൾ നൈറ്റാണ്, വെളുപ്പിന് 6 മണി വരെ. പുള്ളിയുടെ ഡേ സീൻ ഒരെണ്ണം ഉണ്ട്, അത് കൊടുത്ത് പുള്ളിയുടെ സീൻ വെളുപ്പിന് 20-ാമത്തെ ദിവസം ആ പടം പാക്കപ്പാണ്, ഒരു ഷോട്ട് ബാക്കിയില്ല. ആ പടത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ എന്താ പറയുക 10 കഥാപാത്രം എടുത്തതിൽ ഒന്ന് CP നായരാണ് അതിൽ അഭിനയിച്ചത്. ഒന്ന് ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ബെസ്റ്റ് സ്ക്രിപ്റ്റാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റായിരുന്നു എല്ലാം. ആ പടം
അന്നത്തെ ദിവസം ചിത്രം പോലെ ഒരു പടം 320 ദിവസം ഓടുമ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ട് 100 ദിവസം ഓടിയ പടം ഭയങ്കര ഹിറ്റായിരുന്നു. അതാണ് ആ പടം. വിള്ളാനകളുടെ നാട് കഴിഞ്ഞ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഏ ഓട്ടാണ്. അതും ഇതുപോലെ മോഹൻലാൽ വിളിച്ച് പറഞ്ഞിങ്ങനെ അടുത്തത് പ്രിയം ചെയ്യല്ലേ, വേണിച്ചേട്ടനോട് ഒരു പടം ചെയ്യാൻ ആരും അങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടോ? ഞാൻ ചെയ്യാൻ ധൈര്യമുണ്ട്, പക്ഷേ സബ്ജക്റ്റ് വയസ്സിൽ എൻ്റെ ഒരു ഫ്ലൈറ്റ് വേറെയാണ്. എൻ്റെ ടേസ്റ്റ് ആക്ഷൻ കോമഡി അങ്ങനെയുള്ള ഒരു പ്രണയം, അതിനുവേണ്ടി ആത്മഹത്യ, അതൊന്നും നല്ലതാണ്. അത് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ മുന്നെടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ടൈപ്പ് പടമാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സോമദേവി എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല സിനിമ, പക്ഷേ ആ ഒരു ടേസ്റ്റിലുള്ള പടമല്ല വേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്കൊരു മോഹൻലാൽ ഡൗൺ ടു എർത്ത് ക്യാരക്ടർ. അങ്ങനെ പുള്ളി നാളെ പറയാം, നാളെ പുള്ളി ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. ഞാൻ നന്നായിരിക്കും, വളരെ ജനകീയമാണ്. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ഓട്ടോ ഡ്രൈവേഴ്സിനെയൊക്കെ വിളിക്കുന്നുണ്ട്. ഓരോരുത്തരെ വിളിക്കും, ചായയും വടയെ കൊടുത്ത് ഇൻ്റർവ്യൂ അത് റെക്കോർഡ് ചെയ്യും, അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളൊക്കെ എടുക്കുന്നു. അങ്ങനെ എടുത്ത് ഫുൾ സ്ക്രിപ്റ്റ്. പിന്നെ നമ്മുടെ എൻ്റെയൊക്കെ സജഷൻസൊക്കെ ഉണ്ട് കുറേ. ഇപ്പോൾ ആഭിജാത്യത്തിലെ സീൻ ഞാൻ പറയും, അത് സാർ ഊണ് കഴിക്കാൻ നേരത്തെ എണീക്കാൻ പറയുന്നില്ല, അതാണ് ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് എണീക്കാൻ പറയുന്നത്, ജയൻ ഇംഗ്ലീഷ് പറയുന്നത്. അങ്ങനെ ഓഡിയോ പടങ്ങളിലെ കുറച്ച് ഹൈലൈറ്റൊക്കെ നമ്മൾ മോട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ പടം എടുത്തു. പക്ഷേ വളരെ സരസമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയത് വേണമെന്ന് കഴിയും. ആ പടം ഈ പറഞ്ഞ 24 ദിവസം കൊണ്ട് തീർത്തു. ആ വർഷത്തെ സൂപ്പർ ഹിറ്റാണ് ഓട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തന്നെയാണ് ഞാൻ ഇതെടുക്കുന്നത്, എന്താണ് മഞ്ജു വാര്യർ വെച്ചിട്ട് കണ്ണെഴുതി പൊട്ടുന്നത്. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ അതിന് മുമ്പ് കല്യാണം കഴിച്ച് പോകാനിരുന്നതാണ്. അവർ കല്യാണം കഴിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു, രാജചേട്ടൻ തകർന്നു, ഞാൻ ഈ പടം അഭിനയിക്കുക, അതുകൊണ്ട് ഇത് ഷൂട്ടിംഗ് പാക്കപ്പ് ആയതിൻ്റെ പിറ്റേന്നാണ്. അങ്ങനെ സംഭവിച്ച ഒരു പടം തീർത്ത് പിറ്റേന്നാണ് അവർ തമ്മിൽ കല്യാണം കഴിച്ചത്. പിന്നെ ഡബ്ബിങ്ങിന് വരുമ്പം സിന്ദൂർ ഒക്കെ ഇട്ട് വരികയായിരുന്നു. പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സിനിമകളിലും ചെറിയ റോളിൽ താങ്കളും അഭിനയിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ഒരു അതല്ലേ വേറെ ഉള്ളവർ വിളിച്ചില്ല, ഞാനെങ്കിലും എൻ്റെ സ്വന്തം പടത്തിൽ എന്നെ ഇടണ്ടേ.